ആദ്യ 2 ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ കേരള ബോക്സ് ഓഫീസിൽ കത്തിക്കയറി ടൊവിനോ ബേസിൽ ചിത്രം അതിരടി. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് അറിവിന്റെ പുതിയൊരു വീഡിയോ ഇട്ട് സദാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫോട്ടോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് അതിരടി എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയുടെ 3-ാം ദിനമായിട്ടുള്ള ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടും 2 ദിവസത്തെ വേഡ് കളക്ഷൻ റിപ്പോർട്ടൊക്കെയാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ബേസിൽ ജോസഫ്, ടൊവിനോ തോമസ്, വിനീത് ശ്രീനിവാസൻ, റിയ ഷിബു തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായ അരുൺ അനിരുദ്ധൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു അതിരടി എന്ന് പറയുന്ന സിനിമ. മെയ് 14 തിയേറ്ററിലെത്തിയ ചിത്രം കേരളത്തിൽ വൻ വിജയമായിട്ട് മുന്നേറുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ചിത്രത്തിന് ആദ്യ ദിനം തന്നെ വേൾഡ് ബോക്സ് ഓഫീസിനായിട്ട് ഏകദേശം 10 കോടി രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ 2-ാം ദിനമായിട്ടുള്ള ചിത്രത്തിന് ഇന്നലെ ഏകദേശം 10 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചു. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ആദ്യ 2 ദിവസത്തെ വേൾഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ചിത്രം ഏകദേശം 21,97,00,000 രൂപയോളമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. എന്തൊക്കെയാണ് ബേസിന്റെ ഈ ഒരു വർഷത്തെ അവിടെ ടൊവിനോയുടെ ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റിലോട്ടാണ് അതിരടി കുതിക്കുന്നത്. ചിത്രത്തിന്റെ ഞായറാഴ്ച ദിവസത്തെ പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ചിത്രം ഏകദേശം 1 കോടി പിന്നിട്ടതായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട്. 3-ാം ദിവസമായിട്ടുള്ള ചിത്രത്തിന് ഇന്നും കേരള ബോക്സ് ഓഫീസിന് ഏകദേശം 4 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതൊക്കെയാണ് ചിത്രം വേൾഡ് ബോക്സ് ഓഫീസിനായിട്ട് ആദ്യ വീക്കെൻഡിൽ തന്നെ 50 കോടി നേടുമെന്ന് സിനിമാ പ്രേമികൾ ഉറ്റുനോക്കുന്നുണ്ട്. എന്തൊക്കെയാണ് കാത്തിരിങ്ങിയ ചിത്രത്തിന്റെ വരും ദിവസങ്ങളെ കളക്ഷൻ റിപ്പോർട്ടുകൾ അറിയാൻ വേണ്ടി. അപ്പം ബേസിൽ ടൊവിനോ കൂട്ടുകെട്ടിൽ ഒന്നിച്ച അതിരടി എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.